അൻവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ കെ.ടി. ജലീലിന്റെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യത്തിലും ഇപ്പോൾ ഏറെ ചർച്ച ഉയർന്നു വരികയാണ്. ഇന്ന് വൈകിട്ട് കെ.ടി. ജലീൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്നുള്ള പ്രഖ്യാപനം കെ.ടി. ജലീൽ നടത്തിക്കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയില്ല, ഒരു തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളും വേണ്ട എന്നും കെ.ടി. ജലീൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി.വി. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പരിധിവരെ ജലീൽ അതിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും പി.വി. അൻവറിനെ അനുകൂലിക്കാൻ പറ്റില്ല എന്നും കെ.ടി. ജലീൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം CPM ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയാണോ കെ.ടി. ജലീൽ എന്നതാണ്. അൻവർ തുറന്നു പറഞ്ഞതുപോലെ ചില തുറന്നു പറച്ചിലുകൾ കെ.ടി. ജലീലും നടത്താൻ പോവുകയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇനി ആരോടും ബാധ്യതയില്ല എന്നാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആരോടും ഒരു ബാധ്യതയും ഇനിയില്ല, ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല എന്നാണ് കെ.ടി. ജലീൽ പറയുന്നത്. കെ.ടി. ജലീലിന്റെ വാക്കുകളിലേക്ക് ഇന്ന് വൈകിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. അല്ല, 10-20 വർഷമായല്ലോ. മരിക്കുന്നത് വരെ നമ്മൾ സ്ഥാനത്തിരിക്കാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ കിടന്ന് മരിക്കാമെന്നും നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പറയുന്നത് നമ്മൾ പ്രാവർത്തികമാക്കണം. പലരും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നത് വരെ എല്ലാവരും പറയും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഇത് തനിക്ക് വേണമെന്ന് വാദിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് ഘോര സമരവും ചെയ്യുകയും ചെയ്യും. പുതിയ ആളുകൾ വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, ഞാൻ പറയുന്നത് ഞാൻ പാർലമെന്ററി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. എനിക്കൊരു ബോർഡ് ചെയർമാൻ പോലും ഇനി ആവണ്ട എന്റെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ എനിക്ക് ആരോടും യാതൊരു ബാധ്യതയും കടപ്പാടും ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയോട് ഉണ്ടാവേണ്ട കാര്യമില്ല, CPIM-നോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ലീഗിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, കോൺഗ്രസിനോട് ഉണ്ടാവേണ്ട കാര്യമില്ല, BJP-യോട് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരാളോടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ നിലപാടുകളാണ് ഞാൻ പറയുക, എന്റെ ബോധ്യങ്ങളാണ് ഞാൻ 4:30 മണിക്ക് വെളിപ്പെടുത്തുക. പി.വി. അൻവറിന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർട്ടിയോട് മാത്രമല്ല, എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇനി മേലിൽ ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ട് എന്ന് വരുമ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ 4:30 മണിക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. അതെ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഞാൻ യോജിക്കാണോ വിയോജിക്കാണോ ചെയ്യുന്നത് എന്നുള്ളത് പറയും. CPM സഹയാത്രികനായി തുടരാനാണ് എന്റെ ആഗ്രഹം. പാർട്ടി പറയുന്നത് വരെ, പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എന്റെ സേവനം ഞാൻ കൊടുക്കും. ഞാൻ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് എന്റെ സേവനം കൊടുത്തിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല, ഇനിയും അത് നൽകൂല. ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ജോൺ ബ്രിട്ടാസ് ആണ് ഇന്ന് പ്രകാശനം ചെയ്തത്. ഇടതുപക്ഷത്തെ ശക്തനായ പോരാളിയാണ് കെ.ടി. ജലീൽ എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് വിവാദം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ചടങ്ങിൽ പങ്കെടുക്കാനായത് അംഗീകാരമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പുസ്തകം ഞാൻ കണ്ടു, ഉദ്യോഗം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് ആരും ഉദ്യോഗമില്ല. എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു പരിപാടിക്ക് വരുന്നുണ്ടോ. ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ശ്രീ കെ.ടി. ജലീൽ. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു അംഗീകാരവും ആദരവാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ ചില കാര്യങ്ങൾ കെ.ടി. ജലീൽ പറയുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നുമുണ്ട് തന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കും എന്ന്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഒരു കാര്യം അദ്ദേഹം പ്രധാനമായും പറയുന്നുണ്ട്, ഇനി ആരുമായും ബാധ്യതയില്ല എന്ന്. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുകയാണല്ലോ. 20 വർഷത്തെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ പോകുന്നു കെ.ടി. ജലീൽ എന്ന കാര്യമാണല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ, ഇക്കാര്യത്തിൽ ജലീൽ ഒരു സസ്പെൻസ് നിലനിർത്തുന്നു എന്നത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ജലീൽ പി.വി. അൻവറിന്റെ വഴിയേ അല്ല എന്ന് നേരത്തെ ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് തനിക്ക് CPM-മായി ഇപ്പോൾ ബാധ്യതയൊന്നുമില്ല എന്ന നിലപാടെടുക്കുന്നതിലൂടെ
ടി ജലീൽ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്നത് സ്വാഭാവികമായും അഭ്യൂഹം നിറയുന്നു. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനത്തിൽ തന്നെ അദ്ദേഹം അത്തരത്തിലൊരു വ്യക്തത വരുത്തുമെന്ന് കരുതിയെങ്കിൽ കൂടിയും അതുണ്ടായിട്ടില്ല. 4:30 അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. സ്വാഭാവികമായും ജലീൽ തൻ്റെ നിലപാടുകൾ തുറന്നു പറയുകയാണ്. ഇനി പാർലമെന്റ് രംഗത്തേക്കില്ല, CPM-ഉമായോ മുഖ്യമന്ത്രിയുമായോ മറ്റു ബാധ്യതകളില്ല എന്ന് പറയുമ്പോൾ ജലീൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്ത് എന്നത് വളരെ പ്രസക്തമാണ്. കാരണം PV അൻവർ നേരത്തെ ഉന്നയിച്ച ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ജലീൽ. പക്ഷേ പിന്നീട് അങ്ങോട്ട് അൻവറിനൊപ്പം ജലീലിനെ കണ്ടില്ല, കൂടുതൽ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചില്ല, ആർജവമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുന്ന ശൈലിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ജലീലിനും ചില വിമർശനങ്ങളുണ്ട് എന്ന തോന്നൽ അദ്ദേഹം ഉളവാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും 4:30 മാധ്യമങ്ങളെ കാണുമ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ജലീൽ തയ്യാറാകുമോ, അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. മാത്രമല്ല ഒരു കാര്യം കൂടിയുള്ളത്, KT ജലീൽ, PV അൻവറൊക്കെ ഉൾപ്പെടുന്ന ഒരു ശ്രേണി, അതായത് CPM-ലെ സ്വതന്ത്ര MLA-മാരുടെ ഒരു ശ്രേണി രൂപപ്പെടുന്നു, അതിൽ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെടുന്നു എന്നതൊക്കെ നേരത്തെ ചില അഭ്യൂഹങ്ങളായി പുറത്തു വന്നതാണ്. അത്തരമൊരു നീക്കത്തിന് KT ജലീൽ നിൽക്കുമോ, അത്തരം സാധ്യതകൾ ഉണ്ടോ എന്നതും പ്രസക്തമാണ്. എന്തായാലും ജലീൽ നിലനിർത്തുന്ന സസ്പെൻസ് അത് സ്വാഭാവികമായും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമാണ്. എന്തായാലും ജലീൽ തുറന്നു പറയാൻ പോകുന്ന ചില കാര്യങ്ങളെങ്കിലും CPM-നെ ആശങ്കപ്പെടുന്നുണ്ട്. PV അൻവറിന് പിന്നാലെ അല്ലെങ്കിൽ അൻവറിനോടൊപ്പം വന്നില്ലെങ്കിൽ പോലും ജലീൽ അത്തരം ചില പ്രസ്താവനകളോ നീക്കങ്ങൾക്കോ തയ്യാറായെങ്കിൽ അത് CPM-ന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും CPM ഉറച്ചു വിശ്വസിക്കുന്നു ജലീൽ തങ്ങൾക്കൊപ്പമാണ്. മുഖ്യമന്ത്രിയെയോ CPM-നെ കടന്നാക്രമിക്കുന്ന നീക്കങ്ങളൊന്നും ജലീൽ നടത്തില്ല എന്നതാണ് CPM കേന്ദ്രം. അത് മാത്രമല്ല, ഇന്ന് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നുവല്ലോ. എന്നിട്ട് കൂടി ജോൺ ബ്രിട്ടാസ് ഇന്ന് ജലീലിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ജലീൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ, അതിലുള്ള നിലപാടും താൻ പറയുമെന്ന് ജലീൽ പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളിലും അൻവറുമായി യോജിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങൾ എന്തായാലും ജലീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ. തീർച്ചയായും ജലീലിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് എത്ര കണ്ട് CPM-നെതിരെ കടന്നാക്രമിക്കുന്നതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വയ്ക്കുന്നതാണോ, പോലീസിംഗുമായി ബന്ധപ്പെട്ടതാണോ, അത് സ്വാഭാവികമായും ചോദ്യമായി അവശേഷിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജലീലിന് ചില വിമർശനങ്ങളുണ്ട്. അത് ജലീൽ നേരത്തെ തന്നെ ഈ PV അൻവറിൻ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ നീക്കങ്ങളുടെ തുടർച്ചയായി അത്തരം ചില സൂചനകൾ അദ്ദേഹവും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരം സാധ്യതകൾ തീർച്ചയായും നിലനിർത്തി തന്നെയാണ് ഇപ്പോൾ ജലീലിൻ്റെ നീക്കവും പോകുന്നത്. ജലീൽ എന്തായാലും ചില കാര്യങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് 4:30 തുറന്നു പറയുന്നു എന്ന് പറയുന്നത് CPM-നെ അമ്പരപ്പിക്കുന്നതാണ്. അത് ആകാംക്ഷയെ തന്നെ നിലനിർത്തുകയും ചെയ്യുക. ശരി സജിത്ത്, എന്തായാലും 4:30 ജലീലിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ജലീൽ കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് എത്രമാത്രം CPM-നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്, സർക്കാരിന് എത്രമാത്രം പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഇക്കാര്യമാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. എന്തായാലും തുറന്നു പറച്ചിൽ എന്ന വാക്ക് തന്നെയാണ് ജലീൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പെടുത്തൽ ഉണ്ട് എന്നുള്ള കാര്യവും KT ജലീൽ പറയുകയാണ്.